ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഉരുളൻകിഴങ്ങും ബ്രെഡും കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഇതിലേക്ക് ആദ്യം ഞാനിവിടെ വലിയ ഒരു 2 ഉരുളൻകിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് ഒരു 3 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഉടക്കാൻ പറ്റുന്ന വിധത്തിൽ വേണം നല്ലോണം വെന്ത് കിട്ടണം. ഇനി ഇത് ഒരു തവി കൊണ്ടോ ഒന്ന് ഉടച്ചെടുക്കാം. കൈകൊണ്ടായാലും മതി. തീരെ കട്ടകളില്ലാതെ നല്ലോണം ഇതൊന്ന് ഉടച്ചെടുക്കുക. ഇവ നല്ലോണം ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇതേ രൂപത്തിൽ ആയിരിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പിടി കറിവേപ്പില കട്ട് ചെയ്തതും വലിയ ഒരു ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഉപ്പും പിന്നെ കുറച്ച് കോൺഫ്ലവറും. ഇവിടെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും റസ്കിൻ്റെ പൊടിയും ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ റസ്കിൻ്റെ പൊടിയും ഇത് ഈ ഉരുളൻകിഴങ്ങ് ഒരു ഡ്രൈ രൂപത്തിലാകുന്നത് വരെ അതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ഈ ഒരു ഷേപ്പിലാണ് ഇതാക്കി എടുത്തതിന് ശേഷം ആദ്യം ഞാൻ മൈദമാവിലാണ് ടിപ്പ് ചെയ്യുന്നത്. അത് കോഴിമുട്ടയുണ്ടെങ്കിൽ അതിലോ അല്ലെങ്കിൽ കോൺഫ്ലവറിലോ ടിപ്പ് ചെയ്യാവുന്നതാണ്. അതിന് ശേഷം ഇത് റസ്ക് പൊടിയിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം മൈദമാവിലും റസ്ക് പൊടിയിലും ഇട്ട് കവർ ചെയ്ത് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പിൽ മാറ്റം വരുത്താവുന്നതാണ്. ഉരുളൻകിഴങ്ങും ചിക്കനുണ്ടെങ്കിൽ ചിക്കനും ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ഉരുളൻകിഴങ്ങും റസ്ക് പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചതിന് ശേഷം അത് വേണമെങ്കിലും ഇതിലോട്ട് ചേർത്ത് റസ്ക് പൊടിക്ക് പകരം ബ്രെഡ് പൊടി ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് മുഴുവനും കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പാനിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ എണ്ണ ഒന്ന് നല്ലോണം തിളച്ചതിന് ശേഷം ഓരോന്നും പൊരിച്ചെടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിലിടാൻ മറക്കരുത്. കാരണം കോൺഫ്ലവർ ചേർത്തത് കാരണം ഇതിൻ്റെ ഉള്ളിൽ നല്ലോണം വെന്ത് കിട്ടണം. ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് പെട്ടെന്ന് കളർ ചേഞ്ച് വരികയും ഉള്ളു വേവാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാൻ പറയുന്നത്. അതുപോലെ പെട്ടെന്ന് തന്നെ ഇത് മറിച്ചിടുകയും ചെയ്യരുത്. നല്ലോണം കളർ ചേഞ്ച് വന്നതിന് ശേഷം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.